നമസ്കാരം. കൊല്ലം ജില്ലയിലെ മയ്യനാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് പുല്ലുച്ചിറ അമലോത്ഭവ മാതാപള്ളി. യേശുക്രിസ്തുവിൻ്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ പള്ളി ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. 1572 പോർച്ചുഗീസുകാരാണ് പുല്ലുച്ചിറ പള്ളി നിർമ്മിച്ചത്. പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്ന അൾത്താരയിലാണ് മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പൂർണ്ണമായും തടിയിൽ നിർമ്മിതമായ മാതൃരൂപത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. അതിനാൽ പുല്ലുച്ചിറ മാതാവിനെ കിഴക്ക് നോക്കിയ അമ്മയെന്നും മല നോക്കിയ അമ്മയെന്നും വിളിക്കാറുണ്ട്. കൊല്ലം രൂപതയ്ക്ക് കീഴിലെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമായ പുല്ലുച്ചിറ പള്ളി കൊല്ലം ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്തീയ ദേവാലയങ്ങളിലൊന്നാണ്. AD 1627 പുല്ലുച്ചിറയിലെ വിശ്വാസ സമൂഹത്തെ ഇടവകയായി ഉയർത്തി. 1974 ഇവിടെ ഒരു പുതിയ ദേവാലയം നിർമ്മിച്ചുവെങ്കിലും പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന മാതാവിൻ്റെ രൂപവും അൾത്താരയും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 2004 ഡിസംബർ 8 പുല്ലുച്ചിറ പള്ളിയെ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ പള്ളിയിലെ തിരുനാൾ മഹോത്സവം നടക്കാറുണ്ട്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ നിരവധി വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഇവിടെ പ്രചാരത്തിലുള്ളത്. അറബിക്കടലിൽ കൊടുങ്കാറ്റിലകപ്പെട്ട പോർച്ചുഗീസ് നാവികർ കപ്പലിൽ നിന്ന് ഭാരമുള്ള വസ്തുക്കൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു തുടങ്ങി. കപ്പലിലെ പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിച്ചിരുന്ന മാതാവിൻ്റെ രൂപത്തെ അവർക്ക് കടലിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. മാതൃരൂപം കടലിൽ സ്പർശിച്ചതും കൊടുങ്കാറ്റ് ശമിച്ചുവെന്നും മാതാവിൻ്റെ കാരുണ്യത്തിലാണ് തങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും വിശ്വസിച്ച പോർച്ചുഗീസുകാർ കപ്പൽ തട്ടിൽ വെച്ച് ഒരു പ്രതിജ്ഞ ചെയ്തു. കടലിൽ ഒഴുകിക്കൊണ്ടിരുന്ന മാതാവിൻ്റെ രൂപം ഏത് കരയിൽ അടിഞ്ഞാലും അവിടെ ഒരു ദേവാലയം നിർമ്മിക്കുമെന്നായിരുന്നു പ്രതിജ്ഞ. പിറ്റേ ദിവസം പ്രഭാതത്തിൽ മാതാവിൻ്റെ രൂപം പുല്ലുച്ചിറ കായൽ തീരത്ത് ഒഴുകിയെത്തുകയും അവിടുത്തെ വിശ്വാസികൾ അതിനെ ഒരു പ്രാർത്ഥനാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നിങ്ങൾ എന്നെ കിഴക്കോട്ട് ദർശനമാക്കണം എന്നൊരു അശരീരി അപ്പോൾ കേട്ടുവെന്നും അതിൻ പ്രകാരം മാതാവിൻ്റെ രൂപം കിഴക്ക് ദിശയിലേക്ക് തിരിച്ച് വെച്ചുവെന്നുമാണ് വിശ്വാസം. ഇതുകൊണ്ടാണ് പുല്ലുച്ചിറ മാതാവിനെ കിഴക്ക് നോക്കിയമ്മയെന്നും മല നോക്കിയമ്മയെന്നും വിളിക്കുന്നത്. പ്രതിജ്ഞ നിറവേറ്റുവാൻ പുല്ലുച്ചിറയിലെത്തിയ പോർച്ചുഗീസുകാർ 1572 ഇവിടെ ഒരു ദേവാലയം നിർമ്മിച്ചു. മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിക്കുന്നതിനായി കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച ഒരു അൾത്താര പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നും അവർ മാതൃരൂപം അതിൽ പ്രതിഷ്ഠിച്ചു. പോർച്ചുഗീസുകാർ പള്ളി നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ ശുദ്ധജല ദൗർലഭ്യം ഉണ്ടായെന്നും പുല്ലുച്ചിറ കായലിലെ ഉപ്പുവെള്ളം മാറി ശുദ്ധജലമായെന്നും വിശ്വസിക്കുന്നു. ഈ അത്ഭുതത്തിന് പിന്നിൽ പരിശുദ്ധ കന്യാമറിയമാണെന്ന് വിശ്വസിച്ചവർ പുല്ലുച്ചിറ മാതാവിനെ ഉപ്പുവെള്ളം നല്ല വെള്ളമാക്കിയ അമ്മയെന്ന് വിളിച്ചു. പുല്ലുച്ചിറ പള്ളിയിൽ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ തിരുനാൾ മഹോത്സവം നടക്കാറുണ്ട്. ഈ ഒരു മാസ കാലയളവിനെ പുല്ലുച്ചിറ തീർത്ഥാടനമെന്ന് വിശേഷിപ്പിക്കുന്നു. പുല്ലുച്ചിറ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാൻ കൊല്ലം ജില്ലയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും നിരവധി വിശ്വാസികൾ ഇവിടെ എത്തുന്നു. ഇതിൽ മറ്റു മതക്കാരും ഉൾപ്പെടുന്നു. തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ആദ്യ നിമിഷം മുതൽ ക്രിസ്തുവിൻ്റെ അമ്മയായ കന്യകാമറിയം എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ചിരുന്നു എന്ന സങ്കല്പത്തെ അമലോത്ഭവം എന്ന് പറയുന്നു. കത്തോലിക്ക സഭ ഇത് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചപ്പോൾ മറ്റ് ക്രൈസ്തവ സഭകളിൽ ഒരു കോളിളക്കമുണ്ടാക്കി. കത്തോലിക്ക സഭയിൽ പോലും ഇതിനെപ്പറ്റി ഭിന്നസ്വരങ്ങൾ ഉയർന്നു. എങ്കിലും കത്തോലിക്ക സഭയിലെ എല്ലാ വിഭാഗക്കാരും ഇതൊരു വിശ്വാസ സത്യമായി തന്നെ അംഗീകരിച്ച് പോരുന്നുണ്ട്. 1854 ഡിസംബർ 8 9 പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവത്തെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യത്തിലും വേദപുസ്തകത്തിലും ഈ പ്രഖ്യാപനത്തിന് ഉപോദ്ബലകമായ തെളിവുകളുണ്ടെന്ന് മാർപ്പാപ്പ വിശദീകരിച്ചു. ഒന്നാം വത്തിക്കാൻ കൗൺസിലിൽ ഇത് വീണ്ടും ചർച്ചയ്ക്ക് വന്നെങ്കിലും എതിർപ്പുകളെല്ലാം സാവധാനം കെട്ടടങ്ങി. എങ്കിലും കത്തോലിക്ക ഇതര സഭകൾ ഇത് വിശ്വാസ സത്യമായി അംഗീകരിച്ചിട്ടില്ല. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ തിരുനാളുകളിൽ ഒന്നാണ് അമലോത്ഭവം. ക്രിസ്തുവിൻ്റെ പരിത്രാണ ദൗത്യത്തിന് വേണ്ട യോഗ്യതകളെ മുൻകൂട്ടി കണ്ട് പിതാവായ ദൈവം ക്രിസ്തുവിൻ്റെ മാതാവിന് കൊടുത്ത പ്രത്യേക ദാനമാണിത്. മനുഷ്യകുലത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യത വഴി ലഭിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേക കൃപനിമിത്തം പരിശുദ്ധ കന്യക ഗർഭധാരണത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ജന്മഭാവത്തിൻ്റെ എല്ലാ കളങ്കങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്നാണ് ഇതിനെപ്പറ്റി വിശ്വാസ സത്യപ്രഖ്യാപനത്തിൽ 9 പിയൂസ് മാർപ്പാപ്പ വിശദീകരിച്ചിരിക്കുന്നത്.